KMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ തുടർ നടപടികളുമായി SFIO. വീണയുടെ കമ്പനിയായിരുന്ന എക്സാലോജിക്കിനെ മുഖ്യപ്രതിയാക്കി രണ്ടാമതൊരു കുറ്റപത്രം കൂടി SFIO നൽകും. വീണ പ്രതിയാക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രതിരോധം സംസ്ഥാനത്തെ CPM നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകും. ആദായനികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് രേഖകൾ പുറത്തുവന്നതോടെയാണ് കരിമണൽ കമ്പനിയായ CMRL നിന്ന് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയതായി വ്യക്തമായത്. 2017-20 കാലയളവിൽ 1.72 കോടിയുടെ ഇടപാട് ഇരു കമ്പനികൾക്കുമിടയിൽ നടന്നു. കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന SFIO നടത്തിയ അന്വേഷണത്തിൽ വീണ സേവനം നൽകാതെ 2.70 കോടി കൈപ്പറ്റിയതായി കണ്ടെത്തി. CMRL നിന്നും സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയത്. കമ്പനി കാര്യചട്ടം 447 വകുപ്പ് പ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കൂട്ടുപ്രതിയായ വീണയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. CMRL MD ശശിധരൻ കർത്തയാണ് ഒന്നാം പ്രതി. രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും വലിയ തുക നൽകി നിയമവിരുദ്ധമായ പരിഗണന CMRL നേടിയതായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രതിപ്പട്ടികയിലുള്ളവർക്ക് കോടതി സമൻസ് അയച്ച് വിചാരണ നടപടികളിലേക്ക് പോകും. എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നും പണം വായ്പയായി വാങ്ങി തിരിച്ചടയ്ക്കാതെ എക്സാലോജിക് അടച്ചുപൂട്ടി കബളിപ്പിച്ചെന്ന കേസിലാണ് SFIO വീണയ്ക്കെതിരെ രണ്ടാമത്തെ കുറ്റപത്രം തയ്യാറാക്കുന്നത്. ഈ കുറ്റപത്രം ബംഗളൂരു കോടതിയിലാണ് സമർപ്പിക്കുക. അതേസമയം കരിമണൽ കമ്പനിയുമായുള്ള വീണയുടെ ദുരൂഹ ഇടപാട് എങ്ങനെ ന്യായീകരിക്കുമെന്നുള്ള തത്രപ്പാടിലാണ് CPM നേതൃത്വം. വീണയോട് പലവട്ടം വിശദീകരണം തേടിയ ശേഷമാണ് SFIO കുറ്റപത്രം. ഇടപാടുകൾ സുതാര്യമാണെന്ന് ന്യായീകരിച്ച CPM നേതാക്കൾക്ക് സേവനം എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു. PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.